മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽനാമസ് ആണ്. അപ്പോൾ ഈ വരുന്ന 25th നമ്മുടെ +1 എക്കണോമിക്സ് പബ്ലിക് എക്സാം ആണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമെന്നുള്ളതാണ്. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് കൂടെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ആ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴേ എല്ലാവരും പഠിച്ചു വെച്ചോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ 5 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ആയിട്ട് മാറി മാറി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്: ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ ഗോൾസ് ഓഫ് 5 year പ്ലാൻസ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമി 1950 to 1990 എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്രോത്ത്, നമുക്കറിയാം ഗ്രോത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. മോഡേണൈസേഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. സെൽഫ് റിലയൻസ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇക്വിറ്റി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. ദെൻ അടുത്തത് അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് എഴുതാനായിട്ട്. നമ്മുടെ ഹരിത വിപ്ലവത്തിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ടത്. ഓക്കെ. ദെൻ അടുത്തത് അനലൈസ് ഇമ്പാക്ട് ഓഫ് എക്കണോമിക് റിഫോം. നമ്മുടെ LPGയിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ 1991 LPG എന്ന് പറഞ്ഞ പോളിസി അഗ്രികൾച്ചറൽ സെക്ടറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം അഗ്രികൾച്ചറൽ സെക്ടർ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. 3% തന്നെയായിരുന്നു അപ്പോഴും അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഗ്രോത്ത്. ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് വരുവാണെങ്കിൽ അവിടെയും കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല. അവിടെയും സ്ലോ ഡൗൺ ആയിരുന്നു ഗ്രോത്ത്. പക്ഷെ ചില മേഖലകളിലൊക്കെ ഇന്ത്യ അപ്പോഴും കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ തുടരുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ 5 മാർക്കിന് സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിബറലൈസേഷനെ കുറിച്ച് മാത്രം എഴുതാനായിട്ട്. അപ്പൊ ലിബറലൈസേഷനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ എന്താണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ലിബറലൈസേഷൻ ഈ 5 മേഖലകളിലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് എഴുതണം. ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് വരുവാണെങ്കിൽ കൂടുതൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വന്നു. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെയും മ്യൂച്വൽ ഫണ്ടിനെയും ഒക്കെ എന്ത് ചെയ്തു, പ്രൈവറ്റൈസ് ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ടാക്സിലേക്ക് വന്നു പറഞ്ഞാൽ എളുപ്പമാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ടാക്സുകളും റിഡ്യൂസ് ചെയ്തു. GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീനെ ഡീവാല്യൂ ചെയ്തു. നമ്മൾ എക്സ്പോർട്ട് കൂട്ടി, ഇമ്പോർട്ട് കുറച്ചു. പിന്നെ നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ വരുമ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ട്രേഡ് റെസ്ട്രിക്ഷൻസും റിഡ്യൂസ് ചെയ്തു, റിമൂവ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ലിബറലൈസേഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കോസസ് ഓഫ് പോവർട്ടി. എന്തുകൊണ്ടാണ് പോവർട്ടി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഒരു 5-6 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, മിനിമം പഠിച്ചു വെക്കാനായിട്ട് നോക്കാം. ഇനി എക്സ്പ്ലെയിൻ ദ മേജർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തുടർച്ചയായി കാണുന്ന ക്വസ്റ്റ്യൻ ആണ്: എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം? ആ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്തൊക്കെ മെഷേഴ്സ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മുടെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതും കൂടി എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഇൻഫോർമൽ സെക്ടറും ഫോർമൽ സെക്ടറും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻഫോർമൽ സെക്ടർ, എന്താണ് ഫോർമൽ സെക്ടർ എന്നുള്ള വ്യത്യാസം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ദെൻ അടുത്തത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ചോദിക്കുന്ന ഒരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. നമുക്കറിയാം 4 ഫങ്ഷൻസ് ആണുള്ളത്. എല്ലാ റിസോഴ്സസും സപ്ലൈ ചെയ്യുന്നു, റിന്യൂവബിൾ ആയിക്കോട്ടെ, നോൺ റിന്യൂവബിൾ ആയിക്കോട്ടെ. ദെൻ വേസ്റ്റ് അബ്സോർബ് ചെയ്യുന്നു, പിന്നെ ഹ്യൂമൻ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നു, പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ എൻവയോൺമെന്റിന്റെ ഫങ്ഷൻസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദെൻ
അടുത്തത് വാട്ട് ആർ ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ചൈന. ചൈന അവരുടെ ഡെവലപ്മെന്റ് പാത്തിൽ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ ചൈന എപ്പോൾ ഇൻഡിപെൻഡന്റ് ആയി, ആ സമയത്ത് ചൈന അഡോപ്റ്റ് ചെയ്ത എക്കണോമിക് സിസ്റ്റം ഏതായിരുന്നു, അന്ന് ലീഡർ ആരായിരുന്നു, ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ ചൈനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 3 പോളിസിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യണം. ഒന്ന് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ആണ്, ഇൻഡസ്ട്രിയലൈസേഷൻ. കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് കൾട്ടിവേഷൻ ആണ്. ദെൻ ഗ്രേറ്റ് പ്രൊലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. സ്റ്റുഡൻസും പ്രൊഫഷണൽസും ഒക്കെ ചൈനയിലെ കൺട്രീസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക. ദെൻ ചൈനയുടെ റീഫോംസ് നമുക്ക് 1991 ഉണ്ടായതുപോലെ ചൈനയ്ക്ക് 1978 എക്കണോമിക് റീഫോംസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അത് പോയിന്റ് മാത്രം ഒന്ന് പറ്റുവാണെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതിന് ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ ഇതിനൊക്കെ മലയാളം ഉണ്ട്. ദെൻ അടുത്തത് നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്നും സ്ഥിരമായിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. അപ്പൊ 3 മെത്തേഡ്സാണ് നമുക്കുള്ളത്. അതിൽ പേഴ്സണൽ ഇന്റർവ്യൂ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിക്കുക. മെയിലിംഗ് ക്വസ്റ്റ്യനർ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിക്കുക. ടെലിഫോൺ ഇന്റർവ്യൂ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത് നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇവിടെ 28 കുട്ടികളുടെ ഡാറ്റയാണ്. ക്ലാസ് ഇന്റർവൽ 5 എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്, 1 ആണ്. അപ്പൊ 0 to 5 തുടങ്ങാം. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്, 28 ആണ്. അപ്പൊ നിങ്ങൾക്ക് 30 വരെ എൻഡ് ചെയ്യുന്നത് പോലെ ക്ലാസ്സസ് ഇതേപോലെ കൊടുക്കാം. എന്നിട്ട് ഓരോ ഐറ്റത്തിന് ടാലി മാർക്ക് ഉപയോഗിച്ച് ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അത് കൗണ്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ടോട്ടൽ ഫ്രീക്വൻസി എപ്പോഴും ഇവിടെ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടോ അത്രയും കിട്ടണം. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൈ ഡയഗ്രാം. ഇവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പൈ ഡയഗ്രാം വരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഡാറ്റ പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ ആദ്യം അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം അതിനെ ഡിഗ്രിയിലേക്ക് ഇൻറ്റു 3.6 ചെയ്ത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി തന്നിട്ടുള്ള ഡാറ്റ പെർസെൻറ്റേജിൽ തന്നെയാണെങ്കിൽ നേരെ ഇൻറ്റു 3.6 ചെയ്ത് അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ ഒരു സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക, ഒരു റേഡിയസ് വരയ്ക്കുക. അതിനുശേഷം ഈ ഓരോരോ ആംഗിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മെഷർ ചെയ്ത് ആ സർക്കിളിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് അത് ഓരോന്നും എന്താണ് എന്നുള്ളതും കൂടി എഴുതി വെക്കുക. ഇതാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. പൈ ഡയഗ്രാം എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 5 മാർക്കിന് ഇതേപോലെ ഡിസ്ക്രീറ്റ് സീരീസെന്നോ കണ്ടിന്യൂസ് സീരീസെന്നോ ഒക്കെ ഇതേപോലെ മീൻ മീഡിയൻ മോഡോ ക്വാർട്ടൈൽസോ കാണാനുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ സിഗ്മ എഫ്(x) ബൈ n ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടുക, മീൻ കിട്ടുക. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാണണമെങ്കിൽ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. പിന്നെ n+1/2 ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലൊക്കേറ്റ് ചെയ്യുക. അതിന് നേരെയുള്ള x വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഐറ്റം ആയിരിക്കും മോഡ്. ദെൻ അടുത്തത് നമ്മുടെ കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇതേപോലെയുള്ള 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക, നെഗറ്റീവ് കോറിലേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്, ഇത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ദെൻ നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഇതേപോലെ ഇൻഡെക്സ് നമ്പർ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണാനായിട്ടൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് 4 മാർക്കിനും 5 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. വളരെ സിമ്പിൾ ആണ്. P1ൻ്റെയും P0ൻ്റെയും സിഗ്മ വേണം. P1 എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നിൽക്കുന്ന വർഷം ഏതാണ്, കഴിഞ്ഞു പോയ വർഷമാണ് P0 എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എടുക്കുന്നു, ഇതേപോലെ ഡിവൈഡ് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉറപ്പായിട്ടും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങളുടെ ഒക്കെ ആൻസർ നിങ്ങൾ പഠിക്കാം. ഓക്കെ, കാരണം എന്തായാലും നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വൈകുന്നേരം 7 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിൽ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് ജോയിൻ ചെയ്യുക. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.